അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ അഖായിദ് ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ 8ാമത്തെ പാഠം മുതലാണ് ഈ പ്രാവശ്യം അഖായിദയിൽ എക്സാമിന് വരുന്നത്. വമാ യന്തിഖു അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറയാറില്ല. ഈ പാഠത്തിൽ പറയുന്നത് ആരാണ് അമ്പിയാക്കൾ? അല്ലാഹു തആല അവൻ്റെ നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൻ്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു. അവരാണ് അമ്പിയാക്കൾ. അവർ സത്യസന്ധരാണ്, അവർ വിശ്വസ്തരാണ്, ബുദ്ധിശക്തിയുള്ളവരാണ്. അവരിൽ നിന്നൊരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. കാരണം അവർ ജനങ്ങളെ തെറ്റുകളിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായതാണല്ലോ. അവർ പാപസുരക്ഷിതരാണ്. ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നമുക്കൊന്ന് നോക്കാം. നുക്കമ്മിലു, മനുഷ്യരെ ഡാഷിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവരാണ് പ്രവാചകന്മാർ. തിന്മയിൽ നിന്ന് എല്ലാ തെറ്റുകളും മനുഷ്യർ ചെയ്യുന്ന ഡാഷ് ദ്രോഹങ്ങളാണ്, ആത്മദ്രോഹങ്ങളാണ്. وجائز في حقهم من عارض بغير نقص كخفيف المارض عصمتهم كسائر الملائكة وجيبة وفاضل الملائكة. ഈ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കാൻ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. നസ്റഹുൽ മാന, അർത്ഥം എഴുതുക. ലാ യനാലു അഹ്ദി ളാലിമീൻ, നുബുവത്ത് അക്രമികൾക്ക് ലഭിക്കുകയില്ല. ഉലായിക്കല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്, അള്ളാഹു സന്മാർഗത്തിലാക്കിയവരാണ് മുൻകാല പ്രവാചകന്മാർ. അവരുടെ നന്മകളെ അനുധാവനം ചെയ്യുക. മാ ളല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ നബിക്ക് പിഴക്കുകയോ തെറ്റു സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. വമാ യന്തിഖു അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് ഒന്നും മൊഴിയുന്നില്ല. നുജീബു, ആരാണ് നബിമാർ? അള്ളാഹു അവൻ്റെ നിയമങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൻ്റെ സൃഷ്ടികളിൽ നിന്ന് തിരഞ്ഞെടുത്തവരാണ് നബിമാർ. നബിമാർ പ്രബോധനം ചെയ്തു എന്ത്? തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ. നബിമാരിൽ നിന്ന് ഒരു പാപവും ഉണ്ടാവാൻ പാടില്ല. കാരണമെന്ത്? മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായതുകൊണ്ട്. നബിമാർക്ക് ഉണ്ടാകാവുന്ന മാനുഷിക അനുഭവങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതുക. വിശപ്പ്, ദാഹം, ന്യൂനതയില്ലാത്ത രോഗങ്ങൾ. നബിമാർ ആരും ദ്രോഹികളാകില്ല. കാരണം അക്രമം ചെയ്യുന്നവർക്ക് പ്രവാചകത്വം ലഭിക്കുകയില്ല. 9ാമത്തെ പാഠം ഇന്നാ ഔഹൈന ഇലൈക്. വഹീനെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. വഹീ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നബിമാർക്ക് നൽകുന്ന സന്ദേശമാണ് വഹീ എന്ന് പറയുന്നത്. വഹീ ഇറങ്ങുന്ന സന്ദർഭങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ തേനീച്ചയുടെ ശബ്ദം പോലെയുള്ള മുഴക്കം കേൾക്കാം. ചിലപ്പോൾ അവിടുത്തെ ഭാരം വർദ്ധിക്കും, നെറ്റിത്തടം വിയർക്കും, കൂർക്കം വലിക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാകും, മണിനാദം പോലെയുള്ള ശബ്ദം കേൾക്കും. ഇത് തനിക്ക് ഏറ്റവും പ്രയാസമുള്ളതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വഹി ഇറങ്ങുന്ന സമയത്തുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ഓരോ സൂറത്ത് ഇറങ്ങുന്ന സമയത്തുള്ള അനുഭവങ്ങളും അതൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇതിലെ തദ്രീമാത്തൊന്ന് നോക്കാം. നുക്കമ്മിലു, നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ഡേഷിന്റെ ചുമതലയാണ്, ജിബ്രീലിന്റെ ചുമതലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി അവതരിച്ചത് ഡേഷിലെ ഹിറാ ഗുഹയിൽ വെച്ചാണ്. ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ വെച്ചാണ്. വഹിയിന് ഡേഷ് വ്യാഖ്യാനിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. വഹീനെ ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. നുജീബു, എന്താണ് വഹി?
അല്ലാഹു തആലയുടെ സന്ദേശങ്ങളാണ് വഹി. എങ്ങനെയൊക്കെയാണ് വഹി ലഭിക്കുക? സ്വപ്നത്തിലൂടെയും അശരീരിയിലൂടെയും. സ്വപ്നത്തിലൂടെയും അശരീരിയിലൂടെയും. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്നത് ഏത് രൂപത്തിൽ? ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാകുന്ന വിധത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും പറഞ്ഞതുമെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വഹീന്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും പറഞ്ഞതുമെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിക നവജാഗരണത്തിന്റെ കാരണം എന്തായിരുന്നു? ഈ ദിവ്യ പ്രബോധനങ്ങളായിരുന്നു. ഇനി വിശദീകരിച്ചെഴുതാനാണ്. മാഇദ സൂറത്ത് അവതരിച്ച രംഗം. മാഇദ സൂറത്ത് അവതരിച്ചത് ഒരു യാത്രയിലാണ്. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ ഇതിന് സാക്ഷിയായിട്ടുണ്ട്. മഹദി സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് അവതരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാരം കൊണ്ട് ഒട്ടകം പ്രയാസം അനുഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. ധർമ്മസമരത്തെക്കുറിച്ചുള്ള ആയത്ത് അവതരിച്ച രംഗം. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ധർമ്മസമരത്തെക്കുറിച്ചുള്ള ആയത്ത് അവതരിച്ചപ്പോൾ അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ സങ്കടം അറിയിച്ചു. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് അവതരിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽ എൻ്റെ തുടകൾക്ക് മുകളിലായിരുന്നു. അവിടുത്തെ തുടയുടെ ഭാരം കാരണം എൻ്റെ തുടയെല്ല് പൊട്ടിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ശേഷം അവിടുന്ന് പറഞ്ഞു, പ്രയാസമുള്ളവർക്ക് ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്നതിന് ഇളവുണ്ട്. പത്താമത്തെ പാഠം. ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. സഫ്വാനുബിന് ഉമയ്യയും ഉമൈറുബിന് വഹബ് ഇവർ തമ്മിലുണ്ടാക്കിയ രഹസ്യ കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ള അദൃശ്യമായ നിലക്ക് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഉമൈർ ഇസ്ലാം സ്വീകരിച്ച സംഭവം. അതാണ് ഇതിന്റെ തുടക്കഭാഗത്തിൽ പറയുന്നത്. നസിലു ചേരുംപടി ചേർക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. ഡി. സഫ്വാനുബിന് ഉമയ്യ. തറ മാല അറ, ഞാൻ കാണാത്തത് തങ്ങൾ കാണുന്നുണ്ട്. എ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മാ കദബ മുഹമ്മദുൻ ഖത്തു, മുഹമ്മദ് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ഇതാര് പറഞ്ഞതാണ്? ബി. അബൂ ജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ടു. ആര്? സി. ഉമൈർ ഇബ്നു വഹബ്. ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ സ്വഹീഹാവാത്ത ഒരു കർമ്മം, നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ എന്ത് വിളിച്ചു? അൽ അമീൻ. വിശുദ്ധ കഅബ പുനർനിർമ്മാണ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 35 വയസ്സ്. നുക്കമ്മിലു. വിട്ടഭാഗം പൂരിപ്പിക്കാം. നബിമാർ നമ്മെപ്പോലെയല്ല, അവർ ഡാഷ് അറിയും, അവർ ഗൈബ് അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ഡാഷിനേക്കാൾ സുഗന്ധമുള്ളതാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങും, ഡാഷ് ഉറങ്ങാറില്ല, ഖൽബ് ഉറങ്ങാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം ഡാഷ് പുലർത്തിയിരുന്നു, സത്യസന്ധത പുലർത്തിയിരുന്നു. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതുക. 1. സഫ്വാനും ഉമൈറും തമ്മിലുണ്ടാക്കിയ കരാർ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ. ഉമൈർ ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെ? അവർ തമ്മിലുണ്ടാക്കിയ രഹസ്യ കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞപ്പോൾ. സാധാരണ മനുഷ്യർക്ക് കഴിയാത്തത് എന്ത്? ഗൈബ് അറിയാൻ,
മലക്കുകളെ കാണാനും കേൾക്കാനും വഹി സ്വീകരിക്കാൻ. ഇർഹാസ് എന്നാൽ എന്ത്? പ്രവാചകത്വത്തിനു മുമ്പ് അവരിൽ നിന്ന് ഉണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രത്യേക നിയോഗം എന്ത്? പ്രവാചകത്വം. 11ാമത്തെ പാഠം അസ്ലിം തസ്ലം, നീ മുസ്ലിം ആകൂ, നിനക്ക് രക്ഷയുണ്ട്. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിർഖൽ രാജാവിന് കത്തയച്ചു. കത്ത് കിട്ടിയ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടുകാരൻ എന്ന നിലയിൽ അപ്പോൾ സിറിയയിലുണ്ടായിരുന്ന അബൂ സുഫിയാനെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി രാജാവും അബൂ സുഫിയാനും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. അതാണ് ഈ പാഠഭാഗത്തിൽ മൊത്തത്തിൽ പറയുന്നത്. മുക്കമ്മിലു, വിട്ടഭാഗം പൂരിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നത തറവാട്ടുകാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് തറവാട്ടുകാരനായിരുന്നു, ഉന്നത തറവാട്ടുകാരനായിരുന്നു. ദുർബലർ ഡാഷ് പിൻപറ്റാറുള്ളത്, നബിമാരെ പിൻപറ്റാറുള്ളത്. ഈമാൻ ഡാഷ് വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, പൂർണ്ണമാകും വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളെക്കുറിച്ച് കളവ് പറയാത്തവൻ ഡാഷിനെ കുറിച്ച് കളവ് പറയില്ല, അള്ളാഹു തആലയെ കുറിച്ച് കളവ് പറയില്ല. മുബയ്യിൻ സിയാഖ്, സന്ദർഭം വിവരിക്കാം. അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നുവെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. ഹിർഖൽ രാജാവ് അബൂ സുഫിയാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. 12ാമത്തെ പാഠം മുർഹു ബി ഹുസ്നി ത്വലബ്, അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാൻ പറയൂ എന്നാണ് പാഠത്തിൻ്റെ അർത്ഥം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ജൂതൻ കടം നൽകുകയും അവധി എത്തുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഒരു മയ്യിത്ത് സംസ്കരണത്തിൻ്റെ ചടങ്ങിൽ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ കുപ്പായൊക്കെ പിടിച്ചിട്ട് റസൂലുള്ളാഹിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുത കണ്ടതുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് ഈ പാഠത്തിലെ തുടക്കഭാഗം പറയുന്നത്. ചേരുംപടി ചേർക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറി. സി സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. ജൂത പുരോഹിതനോട് ദേഷ്യപ്പെട്ടു. ഡി ഉമർ റളിയല്ലാഹു അൻഹു. പരുഷ സ്വഭാവിയല്ല. ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കി. എ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുത ബോധ്യപ്പെട്ടപ്പോൾ. പുരോഹിതനോട് ദേഷ്യപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? എനിക്കും അദ്ദേഹത്തിനും ഇതല്ല ആവശ്യം, അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത്. എനിക്കും അദ്ദേഹത്തിനും ഇതല്ല ആവശ്യം, അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം എങ്ങനെ? സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.